അറബിക്കടലിലുള്ള USS എബ്രഹാം ലിങ്കണിന് പുറമെ വെർജീനിയ തീരത്ത് പരിശീലനം പൂർത്തിയാക്കുന്ന USS ജോർജ് H.W. ബുഷ് എന്ന രണ്ടാം പടക്കപ്പൽ അയച്ച് ട്രംപ് കുരുക്കുമുറുക്കുന്നു. ഇറാന്റെ മുന്നിൽ രണ്ട് ഓപ്ഷനാണ് ഇപ്പോൾ അമേരിക്ക വയ്ക്കുന്നത്. ഒന്നുകിൽ ചർച്ച, അല്ലെങ്കിൽ മുന്നും പിന്നും നോക്കാതെ യുദ്ധം. സാധാരണഗതിയിൽ ഒരു വിമാനവാഹിനി കപ്പൽ ഒരു മേഖലയിൽ നില ഉറപ്പിക്കുന്നത് തന്നെ വലിയൊരു സൈനിക സന്ദേശമാണ് നൽകുന്നത്. എന്നാൽ ഒരേ സമയം രണ്ട് സ്ട്രൈക്ക് ഗ്രൂപ്പുകളെ വിന്യസിക്കുന്നത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പോ അല്ലെങ്കിൽ ഇറാനെ ചർച്ചാമേശയിൽ എത്തിക്കാനുള്ള അതിശക്തമായ സമ്മർദ്ദ തന്ത്രമായോ കണക്കാക്കാം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തിക്കൊണ്ട് ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ ശക്തമാവുകയാണ്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന സൂചന നൽകി രണ്ടാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ പെന്റഗൺ തയ്യാറെടുക്കുന്നു എന്നാണ് സൂചനകൾ. നിലവിൽ അറബിക്കടലിൽ USS എബ്രഹാം ലിങ്കൺ ഉണ്ട്. അതിനു പുറമെ വെർജീനിയ തീരത്ത് പരിശീലനം പൂർത്തിയാക്കുന്ന USS ജോർജ് H.W. ബുഷ്. ഈ കപ്പലിനെയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ പെന്റഗൺ ആലോചിക്കുന്നത്. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ട്. USS നിലപാട് ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ വിജയിച്ചില്ല എങ്കിൽ വളരെ കടുപ്പമേറിയ നടപടിയിലേക്ക് കടക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. നിലവിൽ മേഖലയിലുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ കൂടാതെയാണ് രണ്ടാമതൊരു സ്ട്രൈക്ക് ഗ്രൂപ്പിനെ കൂടി വിന്യസിക്കാൻ ആലോചിക്കുന്നത്. വിന്യാസത്തിനുള്ള ഉത്തരവ് മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടായേക്കാം എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതുവരെ ട്രംപ് ഇതിൽ ഒപ്പുവെച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ US നടത്തിയ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന വ്യോമാക്രമണം പോലെ ഒന്ന് നേരിടാൻ തയ്യാറെടുക്കുന്നതിനാണ് USന്റെ ഭീഷണി. വാൾസ്ട്രീറ്റ് ജേർണൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പെന്റഗൺ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇറാൻ തങ്ങളുടെ ആണവ നിലപാടുകളിൽ മാറ്റം വരുത്താൻ തയ്യാറാകാത്ത പക്ഷം മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം കൂട്ടി ഏത് സാഹചര്യത്തെയും നേരിടാനാണ് അമേരിക്കൻ നീക്കം. ഈ സൈനിക നീക്കം പശ്ചിമേഷ്യയിലെ നിലവിലെ അസ്ഥിരത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. നയതന്ത്രം പരാജയപ്പെട്ടാൽ സൈനിക ശക്തി ഉപയോഗിക്കും എന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാൻ എങ്ങനെ നേരിടും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ അന്താരാഷ്ട്ര സാഹചര്യം. നിമിറ്റ്സ് ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട ഭീമൻ കപ്പൽ 90ഓളം വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ഒരേ സമയം വഹിക്കാൻ ശേഷിയുള്ളതാണ്. നിലവിൽ അറബിക്കടലിൽ നില ഉറപ്പിച്ചിരിക്കുന്നു. മേഖലയിലെ US സൈനിക ശക്തിയുടെ മുഖം അവഞ്ചർ എന്ന വിളിപ്പേരുള്ള ഈ കപ്പൽ നിമിറ്റ്സ് ക്ലാസിലെ ഏറ്റവും പുതിയതും ആധുനികവുമായ ഒന്നാണ്. നൂതന റഡാർ സംവിധാനങ്ങളും പ്രഹരശേഷിയുമുണ്ട്. നിലവിൽ വെർജീനിയ തീരത്ത് പരിശീലനത്തിലാണ്. ഉത്തരവ് ലഭിച്ചാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ മിഡിൽ ഈസ്റ്റിലെത്തും. ന്യൂസ് ഡെസ്ക് കർമാനസ്.